കേരളം ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ഭൂപടത്തിൻ്റെ നെറുകയിലാണ്. രഞ്ജി താരങ്ങളായ നമ്മുടെ സൂപ്പർ താരങ്ങളായ അസറും നിതീഷും മാതൃഭൂമി ന്യൂസിനൊപ്പം ഉണ്ട്. അസറെ, നല്ലൊരു ജേണിയായിരുന്നു. അതെ, തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. ഒരു വിഷമമേ ഉള്ളൂ, എല്ലാ ഇതിലും പറഞ്ഞ പോലെ തന്നെ നമ്മൾ കപ്പടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഒരു വിഷമമേ ഉള്ളൂ. പക്ഷേ തീർച്ചയായും നമ്മുടെ ഒരു ത്രൂ ഔട്ട് നമ്മൾ കളിച്ച രീതിയും എല്ലാം കൊണ്ട് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. അസറിനെ സംബന്ധിച്ച് നല്ലൊരു അടിപൊളി സീസൺ ആയിരുന്നു അല്ലേ? ഒരു നിർണായക മത്സരത്തിൽ പ്ലെയർ ഓഫ് ദ മാച്ച് ആവും. അതെ അതെ, എനിക്ക് തോന്നുന്നു ഞാൻ കളിച്ച് ആദ്യമായിട്ടാണ് 3 ഫോർമാറ്റും ത്രൂ ഔട്ട് ഒരു സീസണിൽ സ്റ്റേ ചെയ്തത്. ഇല്ലെങ്കിൽ ഇൻ ആൻഡ് ഔട്ടായിരുന്നു. അപ്പം അതും ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതിലുപരി നമ്മൾ ആദ്യമായിട്ട് ഫൈനലിൽ കയറിയ സമയത്ത് സെമിയിൽ ടീമിനും വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി. നിതീഷിനും വ്യക്തിപരമായി നല്ലൊരു സീസൺ ആയിരുന്നു. പക്ഷേ നിങ്ങളുടെ റോൾ ഭംഗിയാക്കി. തീർച്ചയായും വളരെ അധികം സന്തോഷം. ടീമിന് വേണ്ടി നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയാൽ പിന്നെ എല്ലാം ദൈവാനുഗ്രഹം. നമ്മൾ അത്രത്തോളം നമ്മൾ പണിയെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യ അവസാനം വരെ ഓരോ ഗെയിമും പൊരുതി നേടിയ സമനിലയും ജയവും ഒക്കെയാണ്. നമ്മൾ തോറ്റിട്ടില്ല. അത് തന്നെ, കാരണം നമ്മൾ ഒരു ടൂർണമെൻറ്റ് തുടങ്ങുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നല്ല രീതിയിൽ തന്നെ നമ്മൾ നല്ല പ്രിപ്പറേഷനും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല പുതിയ കോച്ച് വന്നതിന് ശേഷം തന്നെ പ്ലെയേഴ്സിൻ്റെയും ടീമിൻ്റെ ആറ്റിറ്റ്യൂഡും ഗെയിമിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയെല്ലാം മാറി. ഒരു കർക്കശക്കാരൻ്റെ കോച്ചിൻ്റെ കീഴിൽ എങ്ങനെയുണ്ട്? തുടങ്ങിയ സമയത്ത് ജെന്യുവനായിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് പ്രയാസമായിരുന്നു. കാരണം നമ്മൾ എന്താ പറയുക, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 12 ദിവസം മുമ്പാണ് കോച്ച് ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. അപ്പം പ്രാക്ടീസ് സെഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ 5 മണിക്കൂർ 6 മണിക്കൂർ വരെയൊക്കെ പോകും. കോച്ചിനെന്ന് പറഞ്ഞാൽ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഗ്രൗണ്ടിൽ വൺസ് ഇറങ്ങിക്കഴിഞ്ഞാൽ സെഷൻ തീർന്നിട്ടേ പുറത്ത് വരാൻ പാടുള്ളൂ. അതിൻ്റെ ഇടയിൽ ബ്രേക്കിന് പുറത്ത് പോയിരിക്കുക, അങ്ങനത്തെ ഒന്നും അലോ ചെയ്യില്ല. കോച്ച് നോക്കിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 പേരും ബാറ്റ് ചെയ്യുമ്പോൾ ടീമിനും വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യണം. അത് ചില ആൾക്കാരാണെങ്കിൽ ബോൾ കളിച്ചിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഇപ്പം നിതീഷ് ചേട്ടൻ MP ആയിട്ടുള്ളൊരു മാച്ചിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 35 ബോളിൽ 5 നോട്ട് ഔട്ടാണ്. അപ്പുറത്ത് അപ്പർജിത്ത് ഏകദേശം ഒരു 75 ബോൾ കളിച്ച് ആ മാച്ച് അവർ രണ്ടുപേരും അങ്ങനെ അത്രയും ബോൾസ് കളിച്ചുകൊണ്ടാണ് നമുക്ക് ആ 3 പോയിന്റിൽ മാച്ച് ഡ്രോ പിടിക്കാൻ പറ്റിയത്. ആ 3 പോയിന്റിൻ്റെ ബലത്തിലാണ് നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നത്. ഒരു ടഫ് ഗ്രൂപ്പിൽ നിന്നാണ് നമ്മൾ കയറി വരുന്നത്. അതെ, ടഫ് ഗ്രൂപ്പിൽ നിന്നാണ് നമ്മൾ കയറിയത്. നല്ല ടഫായിട്ടുള്ളൊരു കോച്ച് നമ്മളെ കൂടെ ഉണ്ട്. പ്ലേയേഴ്സിനെ ടഫായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. അപ്പോൾ പൂള് നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ പൂളായി. പിന്നെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വർഷം കണ്ടതുപോലെയല്ല ഒരു രഞ്ജി ട്രോഫി ടൂർണമെൻറ്റിനെ കേരള ക്രിക്കറ്റ് ടീം ഈ വർഷം കണ്ടത്. നിതീഷ്, ഒരുപാട് പാഠങ്ങളുണ്ട് നമ്മുടെ ഈ സീസണിൽ. അടുത്ത തവണ ഉറപ്പായിട്ടും ഫൈനൽ കളിക്കാനും കപ്പ് നേടാനും നമുക്ക് കഴിയുമെന്ന് കേരളം ഇപ്പോൾ ആഗ്രഹിക്കുന്നു. തീർച്ചയായും ചേട്ടാ, കാരണം നമുക്ക് ഇതുവരെ നമുക്ക് ഫൈനലിലേക്കുള്ള ആ ഒരു റോഡ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലിലെത്തും. നമ്മൾ ഓരോ മാച്ചും നമ്മൾ എങ്ങനെ കളിക്കണം, എങ്ങനെ അപ്രോച്ച് ചെയ്യണം, പിന്നെ ടാക്ടിക് വൈസ് ആയാലും നമ്മൾ എത്രത്തോളം പണിയെടുക്കണം എന്ന് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. എനിക്ക് ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു അടുത്ത തവണയും ഇനി വരും വർഷങ്ങളിലെല്ലാം നമുക്ക് ആ ഒരു ഫൈനലിൽ നിന്ന് ആ ഒരു സ്റ്റേജിലേക്ക് എത്താനും അവിടെ നിന്ന് ചാമ്പ്യൻസ് ആവാൻ പറ്റുമെന്നാണ് എനിക്ക് പേഴ്സണലി നല്ല വിശ്വാസമുള്ളത്. ഓക്കെ, ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ്. അസറും നിതീഷുമാണ് നമുക്കൊപ്പം ചേർന്നത്. TS ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.